എൻ്റെ പേര് ജെറീന. ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഞാൻ MCA പാസ് ഔട്ടാണ് ശാന്തിഗിരി കോളേജിൽ നിന്ന്. കറൻ്റ് ഞാനൊരു ഫ്ലട്ടറിൻ്റെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്മെക് ലാബിൽ. എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് സ്റ്റഡീസ് ഫോർ ഡിസ്കവർ എന്നാണ്. അതിന് ഫ്രണ്ട് എൻഡായിട്ട് യൂസ് ചെയ്തത് ഫ്ലട്ടറും ബാക്ക് എൻഡായിട്ട് യൂസ് ചെയ്യുന്ന ഫയർബേസുമാണ്. ഞാൻ ഈ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റുഡൻസിന് പൊതുവെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയ വഴി സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയി വേണം കണ്ടുപിടിക്കാൻ. അപ്പം ഞാനിത് ഡെവലപ്പ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് സ്റ്റുഡൻസിന് അതിൽ നിന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രൊജക്റ്റിൽ മെയിൻലി 3 മൊഡ്യൂൾസ് ആണുള്ളത്: അഡ്മിൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് സ്റ്റുഡൻറ്റ്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അഡ്മിനാണ്. അഡ്മിൻ്റെ റോൾസ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ രജിസ്റ്റർ ചെയ്ത് കയറുന്നുണ്ടാവും. അപ്പം അഡ്മിന് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജെനുവിൻ ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് അവരെ അക്സെപ്റ്റോ റിജക്റ്റോ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് കാറ്റഗറീസ് ആഡ് ചെയ്യാൻ പറ്റും, അഡ്മിന് ലൊക്കേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിലെന്താണെന്ന് വെച്ചാൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവരുടെ യൂസർ നെയിമും ഫോൺ നമ്പറും യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഹോം പേജിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് അവരുടെ കമ്പനീനെ കുറിച്ച് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് ഏതൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്, ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അതുപോലെ എന്തെങ്കിലും എൻക്വയറീസ് യൂസറിൻ്റെ സൈഡിൽ നിന്ന്, അതല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം കാണാനും, ഒരു കമ്പനിയുടെ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വീഡിയോസ്, ഇമേജസ്, അങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യാനും, അതുപോലെ തന്നെ ഓരോ കോഴ്സിനും രജിസ്റ്റർ ചെയ്ത യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെയാണുള്ളത്. ഇതിലെ അടുത്ത മൊഡ്യൂളാണ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസിന് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്ക് ഒരു യൂസർ നെയിമും അവരുടെ ഫോൺ നമ്പറും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത് കയറാൻ പറ്റും. ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് അവൈലബിൾ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം അവർക്ക് വ്യൂ ആവും. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സെലക്ട് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ അവർ ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ പ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ കോഴ്സ് സെലക്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ആ എൻക്വയറി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും, അതുപോലെ തന്നെ അവർക്കിപ്പോൾ ആ കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാറ്റഗറി വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് കമ്പനി ഏതെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന വഴി ഏതൊരു സ്റ്റുഡൻറ്റിനും അവർക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും. Join Smec Labs. We empower your career for future.